ഞങ്ങളുടെ സ്നേഹം പറ്റിയ ഞങ്ങളുടെ സ്വന്തം ഔസേപ്പച്ചൻ സർ ആൻഡ് അഭിരാമി ചേച്ചി രണ്ടുപേരുടെയും ഒരു റിവ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മെഗാ ഇവന്റിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. സാർ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ സിംഗേഴ്സിന്റെ ഇത്രയും പാട്ടുകളൊക്കെ കേട്ടപ്പോൾ ഈ ഒരു മൊമെന്റില്? എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് പെട്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ ഇവിടെ വരുമ്പോൾ പഴയ ഓൾഡ് സിംഗേഴ്സ്, ഓൾഡ് ഗായകർ, അവർക്ക് ഒരു വേദി കൊടുക്കണു എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അവരുടെ പെർഫോമൻസ് കൊണ്ട് ഈ വേദി എത്രയും ഭംഗിയാക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് അവർക്ക് കിട്ടിയ വേദിയില്ല, അവർ ഈ വേദീനെ എത്രയും മനോഹരമാക്കിയോ അത്രയും മനോഹരമായിട്ട് അവർ പാടി. അത്രയും ടാലൻ്റുള്ള സിംഗേഴ്സാണ് ഇന്ന് ഇവിടെ പാടിയത്. എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഓരോ പെർഫോമൻസും എവറി വൺ. ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു? പ്രതീക്ഷേനേക്കാളൊക്കെ വളരെ മേപ്പത്തായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ 24 സിംഗേഴ്സിന്റെ ആലാപനം. തീർച്ചയായിട്ടും ഏതൊരു കലാകാരനോ കലാകാരിക്കോ ഒരു റെക്കഗ്നിഷൻ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഊക്കം തരുന്നത്, ഒരു പ്രചോദനം തരുന്നത്. ഒരു റെക്കഗ്നിഷൻ, ഒരു കയ്യടി, ഒരു പ്ലാറ്റ്ഫോം എന്നതാണ്. അപ്പം ഇവരുടെ ടാലൻറ്റ് എങ്ങും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് അഹങ്കരിച്ച് തന്നെ പറയാൻ പറ്റുന്നൊരു വേദിയാക്കി മാറ്റി ഇതിനെ. ആൻഡ് അത്ര ഔസേപ്പച്ചൻ സാർ പറഞ്ഞ പോലെ അത്രയും ടാലൻറ്റഡ് ആണ് ഓരോ സിംഗേഴ്സ് ഇവിടെ വന്ന് പാടിയ എല്ലാ സിംഗേഴ്സും അത്രയും ടാലൻറ്റഡ് ആണ്. ഇതിനെ വിറ്റ്നസ് ചെയ്യാനും ഇതിൻ്റെ ഒരു ഭാഗമാവാനും കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ പാടാം നേടാം എന്ന് ഞങ്ങളുടെ ഈ ഒരു ഷോ ഇതൊരു കോമ്പറ്റീഷൻ ആയിരുന്നില്ല. നിങ്ങൾക്ക് മുന്നിലേക്ക് അതിപ്രശസ്തരായിരുന്ന ഗാനമേള ഗായകരെ ഒന്നുകൂടി പ്രസന്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീയേട്ടൻ അല്ലാതെ മാർക്ക് ഇടുക, ഗ്രേഡ് കൊടുക്കുക, അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രേഡോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തെറ്റിപ്പോയെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക ഒന്നുമില്ല. ദേ ഹാവ് ഗോട്ട് ഫുൾ ഫ്രീഡം ടു സിങ്. കാരണം അവർക്ക് ഏറ്റവും ഒരു സന്തോഷം വരുന്നത് അവരാഗ്രഹിച്ചിരുന്ന, വിചാരിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യമാണ്. അത് അമൃത ടി വിയുടെ ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ അതിൻ്റെ വേറൊരു അവസ്ഥ ഞാൻ പറയാം. ഒരുപാട് പേര്, ഒരു 500-600-ൽ പരം ഗാനമേള ആൾക്കാർ നിരന്തരമായിട്ട് അമൃത ടി വിയിലും എന്നെയും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉണ്ടോ, ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ദാറ്റ് മീൻസ് ദ പ്രോഗ്രാം ഈസ് എ ഹിറ്റ്. അത് ആരുടെ കയ്യിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇതിൻ്റെ കൺസെപ്റ്റ്, സെക്കൻഡ് 100% നമ്മുടെ സിംഗേഴ്സാണ് എന്ന് മാത്രമേ പറയത്തുള്ളൂ, നമ്മുടെ ഗായകന്മാർ. സുഖം. അപ്പോൾ എന്തായാലും ഇനി നിങ്ങളെ ആരെയും ഞങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ICL FinCorp ലിമിറ്റഡ് നൽകുന്ന ആ സർപ്രൈസ് ക്യാഷ് പ്രൈസ് എന്താണെന്ന് നമ്മളിതാ അൺവീൽ ചെയ്യാനായിട്ട് പോവാണ്. ശ്രീയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ മാർക്സ് നൽകുക, ഗ്രേഡ് ഇടുക, അങ്ങനത്തെ ഒരു പരിപാടിയും നമ്മുടെ പാടാം നേടാം എന്ന ഈ ഒരു ഷോയിൽ ഉണ്ടായിരുന്നില്ല. ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ ടീം നമ്മുടെ ഓരോ ഗായകരുടെയും പെർഫോമൻസ് ടെലികാസ്റ്റ് ആയതിനു ശേഷം സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ ഡിജിറ്റൽ ഹാൻഡിൽസിലൊക്കെ തന്നെ ഇവരുടെ ആ ഒരു പെർഫോമൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പെർഫോമൻസ് 21 ഡേയ്സ് ആയിരുന്നു ഇവർ കൗണ്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 21 ഡേയ്സിനുള്ളിൽ, ആ ഒരു സ്പാൻ ഓഫ് ടൈമിൽ ഓരോ പെർഫോമൻസിനും ഓരോ ഗായകനും അല്ലെങ്കിൽ ഗായികയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്ന വ്യൂവർഷിപ്പിന്റെ ബേസിലാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ 3 പോർഷൻസ് ഇന്ന് നമ്മളിവിടെ നൽകാൻ പോകുന്നത്. എക്സാക്ട്ലി.